ഹായ് ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ CCNA ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. നമ്മുടെ CCNA ക്ലാസ്സിൽ നമ്മൾ അവസാനം നിർത്തിയിരുന്നത് OSI ലെയറിനെ കുറിച്ചായിരുന്നു. ഏകദേശം 60ഓളം ക്ലാസ്സിൻ്റെ അടുത്തെത്താറായി നമ്മുടെ CCNAയുടെ ക്ലാസ്. അപ്പോൾ CCNAയുടെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ചാനലിൽ സർവർ അഡ്മിനിസ്ട്രേറ്ററിൻ്റെയും അതേപോലെ തന്നെ ക്ലൗഡിൻ്റെ ക്ലാസ്സുകൾ, ഇപ്പോൾ ക്ലൗഡിൻ്റെ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ക്ലൗഡിൻ്റെ ക്ലാസ്സും അതേപോലെ തന്നെ സർവർ അഡ്മിനിസ്ട്രേഷൻ്റെ ക്ലാസ്, മൈക്രോസോഫ്റ്റിൻ്റെ സർവർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ CCNAയുടെ കൂടെ തന്നെ അതുകൂടി പഠിക്കാൻ താല്പര്യമുള്ളവർ, ഒരു IT കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ആ ഒരു വീഡിയോസ് കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ OSI ലെയർ, ഇപ്പോൾ OSI ലെയർ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് നമ്മുടെ OSI ലെയറിൽ വരുന്ന ഒരു ലെയർ 4, നാലാമത്തെ ലെയറായിട്ടുള്ള ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്. ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ വരുന്ന ഒരു പ്രോട്ടോക്കോളുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ എന്താണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ഒരു സോഴ്സിൽ നിന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് ഡാറ്റ കറക്റ്റായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്. മൊത്തം 7 ലെയറാണല്ലോ പഠിച്ചിട്ടുള്ളത്. അത് പഠിക്കാനുള്ള ഷോർട്ട് കട്ടും ഞാൻ പറഞ്ഞു തന്നിരുന്നു. 7 ലെയർ ഏതൊക്കെയായിരുന്നു എന്ന് നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു കാണാതെ അറിയുണ്ടാവും. അപ്ലിക്കേഷൻ ലെയർ ഉണ്ടായിരുന്നു, പിന്നെ പ്രസൻറ്റേഷൻ ലെയർ ഉണ്ടായിരുന്നു, അതിനുശേഷം സെഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, അതേപോലെ തന്നെ ഡാറ്റ ലിങ്ക് ലെയർ, അതേപോലെ തന്നെ ഫിസിക്കൽ ലെയർ. ഇങ്ങനെ മൊത്തം 7 ലെയറായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇനി ലെയർ 4 ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ലെയർ. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു, ഡാറ്റ കറക്റ്റായിട്ട് ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ ഡാറ്റ കറക്റ്റായിട്ട് ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന 2 പ്രോട്ടോക്കോൾ ഉണ്ട്. ഒന്ന് TCPയും രണ്ടാമത്തത് UDP എന്ന് പറയും. TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്നുള്ളതും UDP എന്ന് പറഞ്ഞാൽ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ എന്നുള്ളതുമാണ്. ഈ 2 പ്രോട്ടോക്കോളുകളാണ് നമുക്ക് കറക്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് ഡാറ്റകളെ എത്തിക്കാനായിട്ട് സഹായിക്കുന്നത്. അതിലാദ്യം നമുക്ക് TCPയെ കുറിച്ച് നോക്കാം. TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു കണക്ഷൻ ഓറിയൻറ്റഡ് ആണ് എന്ന് പറഞ്ഞു. കണക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡാറ്റ ഡെസ്റ്റിനേഷനിലോട്ട് അയച്ചു കൊടുക്കുമ്പോൾ ഈ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഈ സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിൽ ഒരു കണക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഡാറ്റ അയച്ചു കൊടുക്കുകയുള്ളൂ. അത്തരം പ്രോട്ടോക്കോളിനെയാണ് നമ്മൾ അത്തരം പ്രോട്ടോക്കോളാണ് TCP എന്ന് പറയുന്നത്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു വെബ്സൈറ്റ് തുറക്കുകയാണ്. അപ്പോൾ നമ്മുടെ PC-യിൽ നിന്ന് നമ്മൾ ആ വെബ്സൈറ്റ് എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു വെബ് സെർവറിലോട്ടാണല്ലോ നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ PC-യിൽ നിന്ന് നേരെ TCP കണക്ഷൻ, അവിടെ ഒരു TCP പ്രോട്ടോക്കോളാണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ TCP എന്ന് പറയുന്നത് UDP അല്ല, TCP ആണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നേരെ TCP കണക്ഷൻ വഴിയാണ് നേരെ ആ വെബ് സെർവറിലോട്ട് എന്താവുന്നത്, ഡാറ്റ ലോഡ് ആവുന്നത് അല്ലേ. അപ്പോൾ അവിടെ TCP എന്തൊക്കെയാണ് അവിടെ ഉറപ്പാക്കുന്നത്? TCP വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ അവിടെ TCP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ ഉപയോഗിച്ചാൽ നമുക്ക് എന്താണ് ഒരു ബെനിഫിറ്റ് എന്താണ്? നമുക്ക് ഡാറ്റ കറക്റ്റായിട്ട് ട്രാൻസ്ഫറിങ് നടക്കും, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കും. ആ ഡാറ്റ ശരിയായ ഓർഡറിൽ അവിടെ എത്തിക്കും. ഇപ്പോൾ TCP ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വേറൊരു PC-യിൽ നിന്ന് ഒരു PC-യിലോട്ട് ഡാറ്റ സെൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ട്രാൻസ്പോർട്ട് ലെയർ ഉപയോഗിക്കുന്നത് UDP അല്ല, TCP ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഡാറ്റ എന്ത് ചെയ്യും, ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കും. കറക്റ്റ് ഓർഡറിൽ കറക്റ്റായിട്ട് ഡാറ്റ അവിടെ എത്തിക്കും. പിന്നെ അഥവാ ഇനിയിപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഡാറ്റ ലോസ് ഉണ്ടായി എന്ന് വിചാരിക്കാം. ആ ഡാറ്റ ലോസ് ഉണ്ടായത് വീണ്ടും റീസെൻഡ് ചെയ്ത് ആ ഡാറ്റ അവിടെ കംപ്ലീറ്റ് ആയിട്ട് എത്തി എന്ന് ഈ TCP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ കൺട്രോൾ ഉറപ്പുവരുത്തും. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ കൺട്രോൾ നടത്തുക എന്നുള്ളതാണ്. ഡാറ്റ എത്ര വെച്ചിട്ടാണ് കറക്റ്റായിട്ട് സെൻഡ് ചെയ്യേണ്ടത്, ആ ഡാറ്റയുടെ ആ ഒരു ഡാറ്റ ട്രാൻസ്ഫറിങ്ങിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതും
ഈ TCP എന്ന് പറയുന്ന പ്രോട്ടോകോൾ ചെയ്തോളും. പിന്നെ എറർ ഡിറ്റക്ഷൻ നടത്തും. ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ എന്തെങ്കിലും എററും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി ഈ TCP എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് TCP ആണോ UDP ആണോ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കേണ്ടത്? ഇപ്പോൾ TCP ഇത്രയും സെക്യൂർ ആണ്, അല്ലെങ്കിൽ ഇത്രയും സേഫ് ആണ് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും TCP കുറിച്ച് ഞാൻ പറഞ്ഞു തന്നപ്പോൾ. പിന്നെ എന്തിനാണ് UDP ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇനി TCP കുറിച്ച് തന്നെ പറഞ്ഞതിന് ശേഷം ഞാൻ UDP കുറിച്ച് പറഞ്ഞുതരാം. TCP കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. ഇപ്പോൾ TCPയിൽ വേറൊരു പ്രധാനപ്പെട്ടൊരു പ്രത്യേകത, ഇപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിലാണോ TCP യൂസ് ചെയ്യുന്നത്? TCPയിൽ ഒരു TCP കണക്ഷൻ നമുക്കിപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു 3 വേ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നൊരു പ്രോസസ്സ് നടക്കണം. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോ ഈ 3 വേ ഹാൻഡ് ഷേക്കിനെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 3 വേ ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ്, ഇപ്പോൾ TCP വഴിയാണ് നമ്മുടെ ഡാറ്റകൾ അയക്കുന്നതെങ്കിൽ ആദ്യം സോഴ്സും ഡെസ്റ്റിനേഷനും നമ്മളൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഡാറ്റ അയക്കുകയുള്ളൂ. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ 3 വേ ഹാൻഡ് ഷേക്ക്. 3 വേ ഹാൻഡ് ഷേക്കിനെ കുറിച്ച് നമ്മൾ നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സുകൾ ഇൻ്റർവ്യൂവിനും കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ ചോദിക്കുന്നതാണ്. 3 വേ ഹാൻഡ് ഷേക്ക് ഒന്നാമത്തെ സിങ്കർണൈസ്, രണ്ടാമത്തെ സിങ്കർണൈസ് അക്നോളജ്മെൻറ്റ്, അതേപോലെ മൂന്നാമത്തതും അക്നോളജ്മെൻറ്റ്. ഇങ്ങനൊരു 3 ഹാൻഡ് ഷേക്കാണ് അവിടെ നടക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നമുക്കൊരു അടുത്ത വീഡിയോ ഞാൻ 3 വേ ഹാൻഡ് ഷേക്കിനെ കുറിച്ച് മാത്രം പറഞ്ഞുതരാം. TCPയുടെ ഹെഡറിനെ കുറിച്ചും അതേപോലെ തന്നെ 3 വേ ഹാൻഡ് ഷേക്കിനെ കുറിച്ചും പറഞ്ഞുതരാം. അപ്പോൾ ഈ ഇത്രയും കാരണങ്ങൾ കൊണ്ട്, ഈ ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ TCP എന്ന് പറയുന്ന പ്രോട്ടോകോളിനെ നമ്മൾ റിലയബിൾ പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, TCP ഉപയോഗിക്കുന്ന ചില ആപ്ലിക്കേഷൻസുകൾ നമുക്ക് ഇപ്പോൾ HTTPയും HTTPSഉം വെബ്സൈറ്റുകളില്ലേ, അങ്ങനെ വെബ്സൈറ്റുമായിട്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റും നമ്മളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ഇത് TCP ആയിരിക്കും. രണ്ടാമത്തായിട്ട് FTP എന്ന് പറയുന്നുണ്ട്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. പിന്നെ SSH, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രോട്ടോകോൾ അല്ലേ. ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് എന്തിലായിരിക്കും? ഈ TCP എന്ന് പറയുന്ന പ്രോട്ടോകോൾ ആയിരിക്കും. അതേപോലെ തന്നെ SMTP ഉണ്ട്, അതേപോലെ തന്നെ ടെൽനെറ്റ് ഉണ്ട്. ഇതിലൊക്കെ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഏതായിരിക്കും? നമ്മൾ ഈ പറയുന്ന TCP എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇത്ര മാത്രം അറിഞ്ഞു വെക്കുക. ട്രാൻസ്പോർട്ട് ലെയറിൽ 2 പ്രോട്ടോകോൾ വരുന്നുണ്ട് എന്നുള്ളതും, ഒന്ന് TCP ആണ്, ഒന്ന് UDP ആണ്. TCPയെ കുറിച്ചുള്ള പോയിന്റുകളാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇനി UDPയും ഈ ഒരു ട്രാൻസ്പോർട്ട് ലെയറിൽ ഉപയോഗിക്കുന്നുണ്ട്. TCP മാത്രമല്ല, TCPയും UDP ഉണ്ടെന്ന് പറഞ്ഞല്ലോ. UDPയും യൂസ് ചെയ്യുന്നുണ്ട്. UDP എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? UDP ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോകോൾ ഒന്നുമല്ല, കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ എന്ന് വിളിക്കാം. കണക്ഷൻ ലെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനോട് ഡാറ്റ അയക്കുമ്പോൾ ഇവർ തമ്മിൽ ആദ്യം ഒരു കണക്ഷൻ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. ജസ്റ്റ് സോഴ്സിൽ നിന്ന് ഡാറ്റ അയക്കും, ഡെസ്റ്റിനേഷനോട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ഡാറ്റ അവിടെ എത്തും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട്, ഈ ഒരു കണക്ഷൻ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഡാറ്റ ഒന്നും അയക്കാത്തത് കൊണ്ട് ഇത് വേഗം ഫാസ്റ്റായിട്ട് നമുക്ക് ഡാറ്റകൾ എന്ത് ചെയ്യാൻ പറ്റും? അയക്കാൻ പറ്റും. പക്ഷെ അവിടെ എത്തിയോ എന്നുള്ളതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പ് വരുത്താനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഡാറ്റ അവിടെ കറക്റ്റായിട്ട് ഡെലിവറി ആയതിൻ്റെ ഒരു ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. ഏത് പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ UDP ആണ് ട്രാൻസ്പോർട്ട് ലെയറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ. പിന്നെ ഒരു പാക്കറ്റ് ലോസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ TCPയിൽ വീണ്ടും ഡാറ്റ അയക്കുമല്ലോ, ഇതിൽ ആ ഡാറ്റ വീണ്ടും അയക്കുകയൊന്നുമില്ല. ഒരു പാക്കറ്റ് ഡ്രോപ്പ് ആയാൽ അത് ഡ്രോപ്പ് ആയതാണ്. പിന്നെ ആ ഡാറ്റയുടെ കറക്റ്റ് ഇപ്പോൾ ഡാറ്റ ഇങ്ങനെ കട്ട് ചെയ്ത് സീക്വൻസ് ആയിട്ട് അയക്കുമ്പോൾ ആ കറക്റ്റ് സീക്വൻസിൽ തന്നെ ആ ഡാറ്റ അവിടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കൊള്ളണമെന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 വേ ഹാൻഡ് ഷേക്ക് ഇല്ലല്ലോ, കാരണം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് ഈ 3 വേ ഹാൻഡ് ഷേക്ക് പ്രോസസ്സ് നടക്കുക. അപ്പോൾ ഡാറ്റ അവിടെ പൂർണ്ണമായിട്ട് അവിടെ എത്തുമായിരുന്നു. പക്ഷേ ഇതിലതൊന്നും ഇല്ല. ഇതും ചില കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ DNS നമ്മൾ സർവറിൽ DNSനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഡൊമൈൻ നെയിം സിസ്റ്റം. അതേപോലെ തന്നെ DHCP എന്ന് പറയുന്നൊരു പ്രോട്ടോകോൾ ഉണ്ട്, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. IP പ്രൊവൈഡ് ചെയ്യാൻ അവിടെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വോയിസ് IPയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഓൺലൈൻ ഗെയിമിംഗ്, ഓൺലൈൻ വീഡിയോ കോൾ, ഈ പരിപാടിക്കൊക്കെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ വീഡിയോ കോൾ ഒരാൾക്ക് വിളിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ നെറ്റ്വർക്ക് തകരാറ് വന്നിട്ട് അതൊന്ന് സ്റ്റക്കായി, വീണ്ടും കണക്ഷൻ ഓക്കെ ആയി. അപ്പോൾ ആ സ്റ്റക്കായത് വീണ്ടും റീസെൻഡ് ചെയ്യാനുള്ളൊരു കണക്ഷൻ അവിടെ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. സ്റ്റക്കായി പോയത് തന്നെയാണ്, വീണ്ടും നമുക്കത് കേൾക്കൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇത്തരം പ്രോസസ്സും കാര്യങ്ങളൊക്കെ എന്തിലാണ്? ഇങ്ങനെ വീഡിയോ കോൾ അങ്ങനെയുള്ള പർപ്പസുകൾക്കൊക്കെ എന്ത് ഉപയോഗിക്കാം?
അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ നമുക്ക് ലൈവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് UDP എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിൽ വരുന്ന 2 പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് TCP ആണ്, അടുത്തത് UDP ആണ് എന്ന് അറിഞ്ഞു വെക്കുക. TCPയുടെ കണക്ഷൻ്റെ കാര്യം കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്, UDP എന്ന് പറഞ്ഞ കണക്ഷൻ ലെസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞു വെക്കുക. അടുത്തത് ലെയർ 4ൽ ഈ TCP അതേപോലെ UDP മാത്രമല്ല, ലെയർ 4ൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു പോർട്ട് നമ്പർ എന്നുണ്ട്. പോർട്ട് നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പോർട്ട് നമ്പർ ലെയർ 4ൽ വരുന്നതാണ്. അപ്പോൾ അവിടെ 2 പ്രോട്ടോക്കോളിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചല്ലോ, TCPയും UDPയും. അതിൽ വരുന്നതാണ് ഈ പറയുന്ന പോർട്ട് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ അവിടെ ഒരു സെർവർ ഉണ്ട്. സെർവറിൽ വെബ് സെർവറും ഉണ്ട്, DNS സെർവറും ഉണ്ട്. ഒറ്റ സെർവറിലാണ് വെബ് സെർവർ റൺ ആവുന്നുണ്ട്, വെബ്സൈറ്റ് റൺ ആവുന്നുണ്ട്, കമ്പനിയിലെ DNS എന്ന് പറയുന്ന ഒരു സെർവർ റൺ ആവുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സിസ്റ്റം DNS സെർവറിലോട്ടായിരിക്കും പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഉദ്ദേശിച്ച് DHCP സെർവറിലോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ സെർവറിൽ 2 റൺ ആവുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഓരോ സർവീസുകൾക്കും ഓരോ പോർട്ട് നമ്പർ ഉണ്ട്. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഒന്നില്ലെങ്കിൽ HTTP അല്ലെങ്കിൽ HTTPS ആയിരിക്കും. അപ്പോൾ അതിനൊരു പെർമനൻറ്റ് പോർട്ട് നമ്പർ ഉണ്ട്. ആ പോർട്ട് നമ്പറിലോട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ DHCP സെർവർ, ആ DHCP എന്ന് പറയുന്ന സർവീസിനൊരു പോർട്ട് നമ്പർ ഉണ്ട്. ആ പോർട്ട് നമ്പറിലോട്ടായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഉദാഹരണമായിട്ട് വലിയൊരു ഫ്ലാറ്റാന്ന് വിചാരിക്കുക. ഫ്ലാറ്റിലൊരു 130 നിലയുള്ള ഒരു ഫ്ലാറ്റാണ്. നമുക്ക് ആ ഫ്ലാറ്റിൽ അപ്പോൾ 130 റൂമല്ലേ മൊത്തം ഉള്ളത്. 130 നില എന്ന് വെച്ചാൽ ഓരോ നിലയിൽ ഓരോ റൂമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു വലിയൊരു ഫ്ലാറ്റ്. അപ്പോൾ ഈ 130ഉം എന്താ പറയുക സർവീസുകൾ, ഈ 130 നിലയല്ലേ അവിടെ ഉള്ളത്. നമുക്കത് അതിൽ ഏത് നിലയിലോട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ അതിന് ഒരു സ്പെസിഫിക് നമ്പർ കൊടുക്കണ്ടേ, ഓരോ നമ്പറുകൾ, എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് അതിലോട്ട് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ ഓരോ സർവീസുകൾക്കും ഓരോരോ നമ്പറുകൾ ഉണ്ടാവും. ആ നമ്പറിലോട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് പോർട്ട് നമ്പർ. പോർട്ട് നമ്പറിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് വരും ക്ലാസ്സിൽ പഠിക്കാം. നമ്മുടെ വീഡിയോ ഇങ്ങനെ ഷോർട്ട് ചെറിയ ചെറിയ ലെങ്ത് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, വലിയ വീഡിയോ 30-40 മിനിറ്റിൻ്റെ വീഡിയോ എടുത്തിട്ട് എൻ്റെ കമ്പ്യൂട്ടറിന് അതിനുള്ള സ്പെക്ക് ഇല്ലാത്തത് കൊണ്ട് അത് റെൻഡർ ചെയ്യുമ്പോൾ അത് നോട്ട് റെസ്പോണ്ടിങ് ഒക്കെ വരുന്നത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഷോർട്ടായി ചെയ്യുന്നത്. പക്ഷെ നമുക്ക് തുടർച്ചയായിട്ട് ഇതേപോലെയുള്ള വീഡിയോ ഒരു ദിവസം 1-2 വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ TCP UDP എന്ന് പറയുന്ന 2 പ്രോട്ടോക്കോളിനെ കുറിച്ച് മാത്രം അറിഞ്ഞു വെക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഒരു പോർട്ട് നമ്പറിനെ കുറിച്ചും അതേപോലെ തന്നെ TCPയിൽ വരുന്ന 3-വേ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത് സീക്വൻസ് നമ്പറൊക്കെ വെച്ചിട്ടുള്ള ഈ 2 കാര്യങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ CCNA പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന്, അതേപോലെ സർവർ പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കാണാം.